എല്ലാ ആൾക്കാരും വിദേശത്ത് പോകുന്നു, ജോലി നേടുന്നു, ജോലി സമ്പാദിച്ച് അവർ കാശുണ്ടാക്കുന്നു. സുഹൃത്തുക്കളെ, ഞാനും ഇവിടെ കാശ് തന്നെയല്ല ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ സംരംഭത്തിൻ്റെ ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് സമ്മതിക്കുന്നു. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് വളരെ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്ന വലിയൊരു ആശങ്ക ഞാനിന്നൊരു ചർച്ചാ വിഷയമാക്കാമെന്ന് കരുതി. കാരണം 25 കൊല്ലത്തോളമായി ഞാനൊരു AK സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്ന സംരംഭവുമായി, ട്യൂഷൻ സെൻ്ററാണ്, അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആ സ്റ്റഡി സെൻറ്റർ തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമാണ്. പക്ഷേ എന്നാൽ ഏതാനും കുറച്ച് നാളുകളായിട്ട് എന്നിലേക്കൊരു സമ്മർദ്ദം വരികയാണ്. കാരണം എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ കുടുംബം, അവരെല്ലാം എന്നോട് പറയുന്നത്, നീ ഈ സംരംഭം നിർത്തിയിട്ട് നീ വിദേശത്തേക്ക് നീ ജോലി തേടി പോകണം. നീ ജോലി തേടി പോയാൽ നീ ചുറ്റുവട്ടവും കണ്ടില്ലേ, എല്ലാ ആൾക്കാരും വിദേശത്ത് പോകുന്നു, ജോലി നേടുന്നു, ജോലി സമ്പാദിച്ച് അവർ കാശുണ്ടാക്കുന്നു. സുഹൃത്തുക്കളെ, ഞാനും ഇവിടെ കാശ് തന്നെയല്ല ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ സംരംഭത്തിൻ്റെ ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് സമ്മതിക്കുന്നു. പ്രവാസ ജീവിതത്തിന് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന തുക ഒരു തുകയായിട്ട് എല്ലാ മാസവും ഒരു കൃത്യ ഡേറ്റിന് നമ്മുടെ കയ്യിൽ എത്തുന്നു, അത് സത്യം. പക്ഷേ എൻ്റെ സംരംഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഡേറ്റിൽ കൃത്യമായിട്ട് ഫണ്ട് നമ്മുടെ കൈ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശകലം ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും 25 കൊല്ലത്തോളം ഞാൻ പിടിച്ചു നിന്നു. എന്താ പറയുക, ഇതിന് ഈ ഒരു പ്രൊഫഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സംരംഭം കൊണ്ട് ഞാൻ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു വീട് വെച്ചു. അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട ഒരുവിധപ്പെട്ട എല്ലാ സംഗതികളും വാങ്ങാനും എല്ലാം സാധിച്ചു. പക്ഷേ ഇപ്പം യാദൃശ്ചികമായിട്ട് എന്താ പറയുക, ഒരു കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഒരു പൂതി തോന്നി. എന്താ പറയുക, ഒരു കൃഷിയിലേക്ക് ഇറങ്ങി, പാട്ടത്തിന് നെൽകൃഷി ചെയ്യാൻ ഇറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എൻ്റെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ തളർത്തിക്കളഞ്ഞൊരു സംഭവം. കാരണം കൈപ്പറപ്പായിട്ടൊരു എത്ര പറയുക, ഒരു 1.25 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം വരികയും അതിൻ്റെ ഭാഗമായിട്ട് ചില ഒരു പ്രാരാബ്ദങ്ങൾ എന്നിലേക്ക് വന്നു ചേരുകയും ഒക്കെ ചെയ്തപ്പോൾ ടോട്ടലി ഞാൻ കൺഫ്യൂസ്ഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ടില്ല. പക്ഷേ എന്താ പറയുക, ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചില സമയങ്ങളിൽ നമ്മൾ എന്താ പറയുക, ആകെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നൊരു സാഹചര്യം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്നെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഫോഴ്സാണ്, നീ ഇതുമായിട്ടിരുന്നു, നീ നശിക്കത്തേ ഉള്ളൂ, നീ ഭാവിയിൽ ഇതുകൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ, അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ എന്നെ തകർക്കുന്നു. അപ്പം ഞാനിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പ്രവാസ ജീവിതം, വിദേശത്തേക്ക് പോയി കാശുണ്ടാക്കുന്നതാണോ ബെറ്റർ? കാരണം ഇന്നെനിക്ക് ഏകദേശം 40-41 വയസ്സോളം ആയിട്ടുണ്ട്. അപ്പം ഈ പ്രായത്തിനിടയ്ക്ക്, ഈ പ്രായത്തിൽ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സേഫ് ആകുമോ? കാരണം ചിന്തിക്കാതെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ചിന്തിക്കാതെ നമ്മൾ എടുത്ത് ചാടി ആരെങ്കിലും പറയുന്ന കേട്ട് വളരെ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് എടുത്ത് ചാടുന്നു, നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് നമ്മൾ ഇല്ലാണ്ടാക്കി കളയുന്നു. നാളെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് എന്തെങ്കിലും ആകാതെ നമ്മൾ തിരികെ വരേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഉള്ള വ്യക്തിയൊന്നുമല്ല കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, സീറോയിൽ നിന്നാണ് തുടക്കം. സീറോയിൽ നിന്ന് തുടങ്ങി വന്നതാണ്, ഒന്നുമില്ലായിരുന്നു, ഞാൻ പഠിക്കാൻ പോലും മാർഗ്ഗമില്ലാതിരുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ട്യൂഷൻ തുടങ്ങേണ്ടി വന്നത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ട്യൂഷൻ തുടങ്ങി ഇന്നിതുവരെ എത്തി. അപ്പം ഒരു സംശയം, ഈ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. വേറൊരാളുടെ കയ്യിലിരിക്കുന്ന ജോലിയല്ലേ, അത് നമുക്ക് കിട്ടി, വിസ കിട്ടണം, അവിടെ പോകണം. ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ നമുക്ക് അതിൽ സക്സസ് ആകാൻ പറ്റുമോ എന്നുള്ള ആശങ്ക എന്നെ വല്ലാണ്ട് അങ്ങ് എന്നെ ഒരു 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 സ്തബ്ധനാക്കുകയാണ് ചില നിമിഷങ്ങളിൽ. അപ്പം ഈ തരുണത്തിൽ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും നല്ലവരായിട്ടുള്ള പ്രവാസികളുണ്ടെങ്കിൽ
നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശം കമൻ്റായിട്ടൊന്ന് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനത്തെക്കുറിച്ച് നല്ലതായിരിക്കുമോ. ഞാനെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ പ്രവാസി ജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ നാളെ എൻ്റെ ഒരു പേടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവരൊന്നും പറയുന്നത് കേൾക്കാതെ നിൽക്കുമെന്ന് വിചാരിച്ച് ഞാൻ പോയി. നാളെ എനിക്ക് ജീവിതം എൻ്റെ കൈവെള്ളയിൽ ഒതുങ്ങാത്ത ഏതെങ്കിലും ഒരു സാഹചര്യം വന്നെത്തിയാൽ ഇവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തത്തില്ലേ? ഞാൻ നിൻ്റെ അഹങ്കാരം കൊണ്ടാണ്, അല്ല അങ്ങനെ ഒരു ചിന്താഗതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വല്ലാണ്ടങ്ങ് നാളെ കുടുംബത്തിന് തോന്നരുതല്ലോ, ഇയാളാണ് കുടുംബം നശിപ്പിച്ചത്, ഇയാളോട് പറഞ്ഞതാണ് ഒന്നും കേട്ടില്ല, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നത് ശരിയാണോ? അല്ലെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു ആശങ്ക ഇവിടെ ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ജീവിതം ഒരു അല്ലേ, ജീവിതത്തിൽ ഒരു വിജയിക്കണമെങ്കിൽ അല്ലേ എല്ലാവരോടും ഒരുമിച്ചുള്ള ഒരു കൂട്ടായ പ്രവർത്തനം വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ച് ഒരേപോലെ പോവുകയാണെങ്കിൽ അല്ലേ ജീവിതം നമുക്ക് വളരെയധികം സക്സസ്ഫുള്ളായി മാറും. പക്ഷേ എന്താണോ നമ്മുടെ ആൾക്കാരെല്ലാം ഇങ്ങനെ ആകുന്നത്? കാര്യം ചെയ്യുന്ന സംരംഭത്തെ നല്ല ഉത്തരവാദിത്തത്തോടു കൂടിയും കാര്യക്ഷമതയോടുകൂടി ചെയ്താൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പരമമായ വിശ്വാസം. പക്ഷേ നമ്മളെ ഈ ഒരു ബാഹ്യമായ ഈ ഒരു തലത്തിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പം നമുക്കും ഒരു ആശങ്ക ഉണ്ടാവുകയല്ലേ. അപ്പം അത്തരം ആശങ്ക പരിഹരിക്കാൻ നല്ലവരായിട്ടുള്ള ആൾക്കാരുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് എന്നെ ഒന്ന് അറിയിക്കുക. കാര്യം എന്നെ ഒന്ന് അറിയിക്കാൻ കമൻ്റായിട്ട് ഇട്ടാൽ മതി. എന്തായിരിക്കും അതിൻ്റെ ഒരു 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 സക്സസീവ്നെസ്, എന്തായിരിക്കും അതിൻ്റെ ഒരു ആ തീരുമാനത്തിൽ ഉചിതമായത്? പ്രായവും എല്ലാം നമ്മൾ നോക്കണമല്ലോ. അതോ നമ്മൾ ഫാമിലിയായിട്ട് അവിടെ പോയി സെറ്റിൽഡ് ആകുന്നതാണോ, അതാണോ ഉചിതം? എന്താണോ ഒന്നും പറയാൻ മേല, ഇനി എന്ത് സംസാരിക്കണമെന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു ചർച്ചാ വിഷയമാക്കി ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ പ്രവാസ ജീവിതമാണോ അതോ നാട്ടിലെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ജീവിതമാണോ ഏറ്റവും ബെറ്റർ എന്നുള്ള ഒരു ആശങ്കയിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത്. അതിന് എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ നൽകാൻ കഴിയുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.